ചവിട്ടി ഓടിക്കാതെ നോക്കിക്കൂടി. ഞമ്മളൊരു കിനാവ് കണ്ടതാ. ഞമ്മടെ 3 മക്കളെയും ഈ നാട്ടിന് പൊന്നാട പുതപ്പിച്ച് കെടുത്തുന്നത്. പൊന്നാട പുതപ്പിച്ച് ആദരിക്കല്ലേ ചെയ്യാ. നിങ്ങൾക്ക് എന്താ തല തിരിഞ്ഞു പോയോ? എന്റെ കരുണാമയനും കൈലേഷും ഈ നാടിന്റെ അഭിമാന താരങ്ങള് സഞ്ചല്യ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സിനിമ മാധവൻ നായര്. വരുന്നുണ്ട്. അല്ല മുമ്പ് കൊച്ചിനെ പോയിരുന്നു കാണല്ലോ. ഏകാന്തപതി കന്യാ ഏകാന്തപതി കന്യാ ഏതോ സ്വപ്നവസന്തവനത്തിലേ ഏകാന്തപതി കന്യാ അല്ല നായരെ, അതൊക്കെ എവിടെ? എന്തൊക്കെയാ ചേര്? പൂമാരി പൂച്ചണ്ടു. പൂമാലയും പൂച്ചണ്ടുവാ. എന്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണോ ഞാൻ വരുന്നത്? എന്താ ആചാരം ഇത്? മൂപ്പരുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-30 കൊല്ലായില്ലേ? അന്ന് മാധവേട്ടിന് 26, എനിക്ക് 16 പ്രായം. അതറിയോ? നാണം വരുമ്പോ ഇപ്പോഴും നിന്നെ കണ്ട 16 തോന്നും. ഒന്ന് പോ മാധവേട്ട, ആചാര്യ കേൾക്കും. അല്ല നിർത്ത്. നിങ്ങളിപ്പോ ആരാ? ശീലേ ഞങ്ങൾ തമ്മിലുള്ള ആ പഴയ പ്രണയകാലം നിങ്ങൾ ഒരു നിമിഷം ഓർമ്മിപ്പിച്ചോ ആചാര്യ? അല്ലോ, ഇത് വല്ലാത്ത മുസീബത്തായല്ലോ. നമ്മൾ ചോദിച്ചതേ അന്റെ നിക്കാഹിന്റെ മുഹബത്തിന്റെ കാര്യമല്ല ഭയ. ജോലിന്ന് തിരിഞ്ഞു വരുമ്പോ കൂടെ ജോലി ചെയ്തൊരു പൂമാലി പൂച്ചനും തരൂലേ? അത് എവിടെയാ? അതാണോ? എന്റെ വിരമിക്കലിന് ചടങ്ങൊന്നും വേണ്ടാന്ന് ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കടത്തിന്റെ പെരുവെള്ളത്തില് മൂക്കോളം മുങ്ങിയവനെ എന്ത് ചടങ്ങ്, എന്ത് ആഘോഷം! എന്നാലും അതങ്ങോട്ട് വെടുപ്പായില്ല. 10-35 കൊല്ലം ഒരു ഓഫീസിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് പിരിഞ്ഞു വരുമ്പോ മരം കൈയോടെ വന്നത് അതങ്ങോട്ട് മറക്കത്തായില്ലട്ടാ. ജോലിന്നല്ല, ഈ ജീവിതത്തെയും തന്നെ ഒരു ദിവസം വെറും കൈയോടെ ഇറങ്ങി പോരണ്ടല്ലേ നമ്മളൊക്കെ ആചാര്യ? അന്റെ വേദനൊന്നും ഞമ്മക്ക് കേക്കണ്ടോ? അല്ലെങ്കിലും ഗിയാമത്തോളം കാലം ഈ ദുനിയാവില് ആരും ജീവിച്ചിരിക്കില്ലടോ. അതൊക്കെ പോട്ടെ, എന്താണ് എന്റെ അടുത്ത പരിപാടി? ഒന്ന് വിശ്രമിക്കണമെന്നുണ്ട്. നടക്കണാവോ? കുട്ടിക്കാലം മുതൽ തുടങ്ങിയല്ലേ ഒരു വണ്ടിക്കാളെ പോലെ എങ്ങനെ നയിക്കണത്? ഈ വയസ്സാം കാലത്തൊന്ന് കുടിയിൽ കുത്തിരിക്കുന്നവരെ. വിശ്രമമൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല ആചാര്യ. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അമ്മയ്ക്കും 4 സഹോദരന്മാർക്കും തൂണും തുളുമ്പും ഞാനേ ഉണ്ടായുള്ളൂ. 4 പേരെയും പഠിപ്പിച്ചു. നല്ല വരന്മാരെ കണ്ടെത്തി കല്യാണം കഴിച്ചു കൊടുത്തു. ഒന്ന് നടു ചായ്ക്കാമെന്ന് കരുതി. പൂത്തുങ്ങളെ പോലെ വളർന്ന 2 ആൺകുട്ടികളില്ലേ നിങ്ങൾക്ക്? ഓരോട് പറയേ, കുടുംബം നോക്കാം. മക്കളുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുക ഭേദം. ഉച്ച വരെ കിടന്നുറങ്ങുന്നുണ്ടാവും. ഉച്ചയ്ക്ക് എണീറ്റ് കുളിച്ച് അവരുടെ അമ്മ അലക്കി തേച്ച് വെച്ച ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇറങ്ങും. കേരള പാതിരാത്രിക്ക. എന്തിനാ പോണ്, എവിടേക്കാ പോണ് അറിയില്ല. ചോദിച്ചാ പറയും അച്ഛനെതിരിടപെടണ്ടാന്ന്. അത് പിന്നെ മക്കള് പറയുന്നത് ശരിയല്ലേ ആചാര്യ? പാടും പ്രാരബ്ധവും പാടി നടന്ന മൂപ്പർക്ക് അറിയോ അത്
ഇവര് നാടറിയുന്ന ഡയറക്ടറും ലീഡറുമാണ് എന്റെ മക്കള്. നാടറിയുന്ന ഡയറക്ടറും ലീഡറും എന്നെ കൊണ്ടേ ഒന്നും പറയിപ്പിക്കണ്ട. പ്ലസ് ടു തോറ്റേക്ക് ഇറങ്ങിയല്ലോ ഒരുത്തൻ സിനിമ പിടിക്കാം. എന്നിട്ട് പിടിച്ചതോ നാട്ടുകാർക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു വികല സൃഷ്ടി ജിറാഫിനെ കെട്ടിക്കോ. ജിറാഫിനെ അല്ല, ഒട്ടകത്തിനെ. രണ്ടും കണക്കാം. മറ്റൊരുത്തൻ ഡിഗ്രി കോഴ്സ് മുഴുവനാക്കുന്നതിന് മുന്നേ ജൂനിയേഴ്സിനെ റാഗ് ചെയ്തു, പോലീസ് കേസിൽപ്പെട്ടു. പിന്നെ അതോടെ പഠനം മുടങ്ങി. പിന്നെ നാട് നന്നാക്കാൻ ഇറങ്ങി. നാടും നന്നായില്ല, അവനും നന്നായില്ല. ഇവനെ പോലെയുള്ളവരാ ഈ നാട് ചീത്തയാക്കുന്നത്. നാക്കെടുത്ത സ്വന്തം മക്കളുടെ കുറ്റം മാത്രം പറയുന്ന തന്ത. മാധവൻ നായർ പറയുന്നതിലും കുറച്ച് കാര്യം കേട്ട സൗന്ദര്യമേ. എന്ത് കാര്യമുള്ളത്? നിങ്ങൾ രണ്ടാളും കണക്കാം. കാഞ്ഞിരം കൊണ്ട് തന്നെ മഴുത്തായ വെറുതെ എല്ലാ കുട്ടികളും പറയണേ ഈ തന്ത വൈകുന്നേരെ 7 അയലത്ത് അടുപ്പിക്കരുതെന്ന്. നമ്മൾ പറയുന്നത് കേൾക്കാനോ ഒന്ന് പരിഗണിക്കാനോ ആരും ഇല്ലാണ്ടായില്ല ആചാര്യ. നമ്മുടെ കായ് മാത്രം മതി എല്ലാറ്റിനും. ഓ കേക്കണ്ട ഈ പഞ്ചമാരുടെ പായാരെ പറഞ്ഞിണ്ടല്ലോ നമ്മുടെ സിനിമാ സംവിധായകൻ കാഞ്ഞിരക്കുറ്റി കരുണാമയൻ. ഹലോ, അതെ, കാഞ്ഞിരക്കുറ്റി കരുണാമയനാണ്. ഫേമസ് ഫിലിം ഡയറക്ടർ, സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസർ. പുതിയ സിനിമ ഏതാണെന്നോ? ഇവിടെ താനൊക്കെ ഏത് ഉഗാണ്ടയിലാണോ ജീവിക്കുന്നത്? റീൽസ് ഒന്നും കാണാറില്ലല്ലേ? കഷ്ടം. ഏതായാലും താൻ ചോദിച്ച സ്ഥിതിക്ക് പറയാം. പുതിയ സിനിമയുടെ പേര് തമ്പുരാൻ മീട്ടിയ തമ്പുരു. തമ്പുരാനായിട്ട് ആരാണ് അഭിനയിക്കുന്നത്? അത് ചോദിക്കാനുണ്ടോ? നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മെഗാസ്റ്റാർ മോഹൻലാൽ. തമ്പുരുവായിട്ട് ആരാണെന്നോ? എടോ മണ്ട ശിരോമണി, അത് വീണയാണോ? വീണ. ഓരോ വിവരം കേട്ടവന്മാര് രാവിലെ മുതൽ വിളിക്കും. അല്ല, ഇതാര്? ഐതിരോ സാധ്യോ? എന്തൊക്കെയുണ്ട് വിശേഷം? വന്നിട്ട് പറഞ്ഞറിയോ? അല്ല, എന്തെങ്കിലും വിട്ടു ഇരിക്കൂ. അല്ല മോനെ, ഞമ്മക്കൊരു സംശയം. അന്ന സിനിമയില് തമ്പുരായിട്ട് അഭിനയിക്കുന്നത് വീണ എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ മന്ത്രി വീണ ജോർജ് ആണോ? ഇവിടെ എന്താ മണ്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണോ? എന്റെ ഹാജിക്ക, തമ്പുരുവിന്റെ മറ്റൊരു പേരാണ് വീണ. എന്റെ സിനിമയിലെ മഹാദേവവർമ്മ എന്ന നായകന്റെ നായികയായി മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാ വരുന്നത്. സ്വർണ്ണലത തമ്പുരാട്ടിയായി. എടാ മോനെ, നിനക്ക്
ആ ഈ തമ്പുരാന്റെ തമ്പുരാട്ടിയിലൊക്കെ കാലം കഴിഞ്ഞില്ല മോനെ. ഈ 2026 എന്തിനാ വെറുതെ ആ ജീർണിച്ച പഴഞ്ചരക്കുകളൊക്കെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നത്? പുതിയ കാലത്തെ ട്രെൻഡ് പഴഞ്ചരക്കുകളാണ് അച്ഛാ. ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ ചാത്തൻ, ഒടിയൻ മോഹൻലാലിന്റെ ഒടിയൻ, ലോകയിൽ കല്യാണി പ്രിയദർശന്റെ യക്ഷി, സർവം മായയിൽ റിയാഷിബുവിന്റെ ഡെലുലു എന്ന ആത്മാവ്, അങ്ങനെ പലതും. ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ ലോകത്ത് മുന്നോട്ട് നയിക്കുമ്പോൾ കരണ്ട് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ ഇരുണ്ട യുഗത്തിലെ ചാത്തനെയും പ്രേതത്തെയും എന്തിനാണ് ഈ സിനിമ എടുക്കുന്നത്? അതുകൊണ്ട് ഈ നാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാടിന് പ്രയോജനമൊന്നുമില്ലെങ്കിലും എനിക്ക് ലാഭമുണ്ട് അച്ഛാ. ചാത്തൻ സേവയനുഷ്ഠിക്കുന്ന മഹാമാന്ത്രികനാണ് എന്റെ നായകൻ. മന്ത്രവാദവും ദുർമന്ത്രവാദവും അഭ്യസിച്ച മഹാദേവൻ.